പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒക്ടോബർ 10 ലോക മാനസിക ആരോഗ്യ ദിനം. ഈ ദിവസം മാനസികാരോഗ്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ശരീരത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്. ഒരു ചെറിയ അസുഖം വന്നാൽ ഉടനെ ഡോക്ടറെ കാണാൻ പോകും. അതുപോലെ തന്നെ ശരീരത്തിന് ഏതെങ്കിലും നല്ല ഡ്രസ്സ് ഇടുക, കോസ്മെറ്റിക്സിനെ കുറിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വണ്ണം കുറവാന്ന് തോന്നിയാൽ ഉടനെ ആഹാരം കൂടുതൽ കഴിക്കും. അതല്ല, വണ്ണം ഇച്ചിരി കൂടുതലാന്ന് തോന്നിയാലോ, വെയിറ്റ് കൂടിയാൽ വെയിറ്റ് കുറയ്ക്കാൻ നോക്കും, വെയിറ്റ് കുറഞ്ഞാൽ വെയിറ്റ് കൂട്ടാൻ നോക്കും. അങ്ങനെ കൃത്യമായ രീതിയിൽ ക്യൂട്ടായിട്ട് ശരീരം ഇരിക്കത്തക്ക രീതിയിൽ നല്ല ഡ്രസ്സും ഒക്കെ ധരിച്ചു പോകാൻ അതിനെക്കുറിച്ചൊക്കെ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ മനസ്സിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ശ്രദ്ധിക്കാറുണ്ടോ? എന്താണ് ഈ മനസ്സിൻ്റെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ? അതെ, മനസ്സിൻ്റെ ചിന്തകളെ, വികാരങ്ങളെ എല്ലാം നിയന്ത്രിക്കാനുള്ള മനസ്സിൻ്റെ കഴിവ്, അതാണ് മാനസികാരോഗ്യം എന്ന് പറയുന്നത്. പുറത്തുനിന്ന് വരുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാനും ആ മനസ്സിലാക്കിയ കാര്യങ്ങളെ അപഗ്രഥിക്കാനും അങ്ങനെ അപഗ്രഥിച്ച കാര്യങ്ങളെ തിരിച്ച് പുറത്തേക്ക്, അതായത് പ്രതികരിക്കാൻ, ശരിയായ രീതിയിൽ പ്രതികരിക്കാനും കഴിയുന്ന ആ ഒരു മാനസികാവസ്ഥ, അതാണ് മാനസികാരോഗ്യം എന്ന് പറയുന്നത്. ഈ മാനസിക ആരോഗ്യം ശരിയായ രീതിയിൽ ഉണ്ട് എങ്കിൽ എന്തെല്ലാം പ്രയോജനങ്ങളാണെന്നോ ഉണ്ടാകുന്നത്. അത് ഒന്നാമതായിട്ട് തന്നെ ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാകുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുണ്ട്, സുഖദുഃഖങ്ങളുണ്ട്, സുഖദുഃഖ സമ്മിശ്രമായ ജീവിതം എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ പല വികാരങ്ങൾ വരുമ്പോൾ അവയെ എല്ലാം സന്തുലിതമായി നിർത്തണമെങ്കിൽ ആരോഗ്യമുള്ളൊരു മനസ്സ് അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും ഈ സന്തോഷം നൽകുന്ന ഹോർമോൺസ്, ഫീൽ ഗുഡ് ഹോർമോൺസ് ശരീരത്തിൽ കിട്ടണമെങ്കിൽ മനസ്സിന് തീർച്ചയായിട്ടും നല്ല ആരോഗ്യമുണ്ടായിരിക്കണം. അതുപോലെ ബന്ധങ്ങൾ, പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. കുടുംബ ബന്ധങ്ങളുണ്ട്, സ്നേഹബന്ധങ്ങളുണ്ട്, സുഹൃത്ത്. ഈ ബന്ധങ്ങളെല്ലാം ദൃഢമായിരിക്കണമെങ്കിലും ആ ബന്ധങ്ങളുടെ ദൃഢത അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിലും എന്താ വേണ്ടേ? മനസ്സിന് നല്ല ആരോഗ്യമുണ്ടായിരിക്കണം. പല പ്രതിസന്ധികൾ വരാം, ജീവിതമല്ലേ, എന്നും ഒരുപോലെ ഇരിക്കണമെന്നില്ല. ഈ പ്രതിസന്ധികളിൽ നല്ല ആത്മവിശ്വാസം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല ആരോഗ്യമുള്ള ഒരു മനസ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ ധാരണാശക്തി, കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനുള്ള കഴിവ്. നമുക്കറിയാം, പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടിയാണ് നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കുന്നത്. പുതിയ പുതിയ കാഴ്ചകൾ കാണുന്നു, പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കുന്നു, പുതിയ പുതിയ രുചികൾ അനുഭവിക്കുന്നു, പുതിയ പുതിയ സ്പർശിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, ഇതെല്ലാം വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ, ഒന്നിൽ നിന്ന് മാറി മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല മാനസികാരോഗ്യം വേണം. എപ്പോഴും പറയാറുണ്ട്, ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകുന്നു. നമ്മളൊന്ന് തിരിച്ചു ചിന്തിച്ചാലോ? ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടെങ്കിലേ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാകത്തുള്ളൂ. അത് സത്യമായ കാര്യമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതെല്ലാം നമ്മൾ എങ്ങനെ സാധിച്ചെടുക്കും? ഈ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിന് ആരോഗ്യം നമുക്ക് എങ്ങനെ നേടിയെടുക്കാനായിട്ട് സാധിക്കും? അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ തന്നെ അറിയുക, സ്വയം വിലയിരുത്തുക, സ്വയം അറിയുക. അത് ഓരോ വ്യക്തികളും, ആ വ്യക്തികളുടെ മനസ്സ് അതെങ്ങനെയാണ്, അത് സന്തോഷമുള്ളതാണോ, സമാധാനമുള്ളതാണോ, ശാന്തമാണോ, അത് ശരിക്കും അനലൈസ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കുക. മറ്റൊന്ന്, നല്ല ഉറക്കം കിട്ടണം. തീർച്ചയായിട്ടും ഉറക്കം കുറയ്ക്കാനേ പാടില്ല. കൃത്യമായ രീതിയിലുള്ള ഉറക്കമുണ്ടായിരിക്കണം. പിന്നെ സ്ട്രെസ്സ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വന്നാൽ അത് ഡിപ്രഷൻ വരാം, ആങ്ഷൈറ്റി വരാം. അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അനലൈസ് ചെയ്യുക. പിന്നെ ചില മെഡിറ്റേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് നല്ലതാണ്. നല്ല മെഡിറ്റേഷൻ, കൃത്യമായ മെഡിറ്റേഷൻസ്, പല രീതിയിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്, അതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നത്. അതുപോലെ വ്യായാമം, അതും ആവശ്യമാണ്. വ്യായാമം ചെയ്യുന്നതും മാനസികാരോഗ്യത്തെ നിലനിർത്താൻ വളരെ സഹായിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ വ്യക്തികളും അവരവരുടെ മനസ്സിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് സ്വയം മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ അവരുടെ ആരോഗ്യത്തിൻ്റെ മനസ്സിൻ്റെ ആരോഗ്യനില വളരെയധികം മെച്ചപ്പെടുത്താൻ സാധിക്കും. അതുപോലെ തന്നെയാണ് സ്വന്തം സ്ഥാനം സമൂഹത്തിൽ, മൂല്യം, നമ്മുടെ മൂല്യങ്ങൾ, നമ്മുടെ സ്ഥാനങ്ങൾ, ഇതെല്ലാം തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. അതും നമ്മുടെ മാനസികാരോഗ്യത്തെ പുഷ്ടിപ്പെടുത്താനാണ് സാധ്യത. ഇങ്ങനെ സ്വയം അനലൈസ് ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റുന്നില്ല എന്നൊരു തോന്നൽ വന്നാൽ തീർച്ചയായിട്ടും
നിങ്ങൾക്ക് ഒരു കൗൺസിലറുടെ സഹായമോ അതിന് നമ്മൾ മടിക്കോ നാണിക്കോ ലജ്ജിക്കോ ഒന്നും വേണ്ട. ഒരു മാനസിക ആരോഗ്യ അല്ലേ ആ വിദഗ്ധന്റെ അടുത്തോ പോവുകയോ ഒക്കെ ചെയ്ത് അവരവരുടെ മാനസിക ആരോഗ്യം നിലനിർത്തുവാനും നല്ല രീതിയിൽ അത് കൊണ്ടുപോകാനും പ്രാപ്തമാക്കുവാനായിട്ട് ഓരോ വ്യക്തികളും അവരവരെ കൊണ്ടാകുന്ന രീതിയിൽ തന്നെ തീർച്ചയായിട്ടും ശ്രമിക്കണം. അങ്ങനെ എല്ലാവർക്കും ഒരു നല്ല മാനസികാരോഗ്യം ഉണ്ടാകട്ടെ എന്നാണ് ഈ ഒരു ദിവസം ആശംസിക്കാനുള്ളത്. എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുക. നന്ദി, നമസ്കാരം.